നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. സ്വാമി, ഞാൻ പറഞ്ഞില്ലേ മേനോ സാറിനെ അടിച്ച് കുപ്പിയിലിറക്കുന്നു. അവർക്കിപ്പോ എന്നെ വലിയ കാര്യമാണ്. ആ പെങ്കൊച്ച് അതൊരു വിളഞ്ഞ സാധനമാണ്. ഞാൻ സ്വാമിയോട് ഒരു ചിന്ന തപ്പ് പണിയാച്ച്. ആനാ എന്റെ വിടൽസ് ഒന്നും ഏക്കാതെ വന്നപ്പോ ഞാൻ സ്വാമി പറഞ്ഞയച്ചിട്ട് വന്നാന്ന് പറയേണ്ടി വന്നു. എടാ അയോഗ്യ പയലെ, നീ മാനത്തെ കപ്പലെത്തിട്ട് മன்னிக்கணும் സ്വാമി. பரவாயில்ல. நான் அனுப்பின ஆளுன்னு சொன்னா மேனோ சார் தட்டிக்கலாய மாட்டேன். இப்ப புரிஞ்சுதா என் விலை என்ன, நிலை என்ன, என் வெயிட் என்ன? നല്ല വെയിറ്റ് സ്വാമി, നല്ല വെയിറ്റ്. മതി മതി, കമ്മീഷൻ കൊടു, കമ്മീഷൻ കൊടു. ആളുകൾ ഇരിക്കും സ്വാമി, ഒരു അലന്ന പട്ടന്മാരെ പോലെ. അത് മതി സ്വാമി. എനക്കൊരു പുതു യോസന. എന്നടേ? നമ്മുടെ മേനോ സാറിന്റെ അടുത്ത് എന്റെ ഹസ്തരേഖാ ശാസ്ത്രം ഒന്ന് കാച്ചി നോക്കിയാലോ? ട്രൈ പണി പാര്. ആനാ എൻ മാനത്തെ കെടുത്ത കൂടാതെ. മാനം പോയത്താ സ്വാമി മടിയിലെ പണം വരും. അശങ്ക പശാടെ. ഞാൻ ചുമ്മാ തമാശ പറഞ്ഞല്ലേ സ്വാമി. എന്റെ പാമിസ്ട്രിയിൽ മേനോ സാറിന് താല്പര്യം തോന്നിയാൽ ഒരു മാസത്തെ ചെലവ് തള്ളി നീക്കാം. എല്ലാം ചൊല്ലി കൊടുക്കറേ. ആനാ കമ്മീഷൻ 50-50. ഓക്കെ ഓക്കെ. ഈ ഹസ്തരേഖാ ശാസ്ത്രം, അതായത് കൈനോട്ടം, വെറും തട്ടിപ്പ് വിദ്യയാണെന്നും കൈരേഖകൾ ഉണ്ടാവുന്നത് കൈ നിവരുകയും മടങ്ങുകയും ചെയ്യുക കൊണ്ടാണെന്നും വാദിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ഇവരുടെ ഇത്തരം വാദഗതിയും പ്രചരണവും ഈ ശാസ്ത്രത്തെ പറ്റിയുള്ള നഗ്നമായ അജ്ഞത നിമിത്തമാണെന്ന് കവിഞ്ഞ് എനിക്കൊന്നും പറയാനില്ല. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തേ. പങ്ക്ച്വാലിറ്റി, സിൻസിയാരിറ്റി, മൊറാലിറ്റി എന്ന എല്ലാ ഗുണങ്ങളുമുള്ള ഒരു വ്യക്തിയാണ് മേനോൻ സാർ. രസികൻ, ദയാശീലൻ, സഹൃദയൻ. സർവോപരി അമ്മച്ചിയുടെയും സാറിന്റെയും നക്ഷത്രം ഒന്നായതുകൊണ്ടാണ് നിങ്ങളുടെ ദാമ്പത്യം ഇത്ര സുഖകരമായി മുന്നോട്ട് പോകുന്നത്. ലോല ഹൃദയമാണ് അമ്മച്ചിയുടേത്. എല്ലാവർക്കും സ്നേഹം വാരിക്കോരി കൊടുക്കുന്ന കൂട്ടത്തിലാണ്. അമ്മച്ചിയുടെ ഹൃദയത്തിന്റെ നന്മയാണ് സാറിന്റെ വിജയം. ആ കൈ നീട്ടിക്കേ, പിന്നിട്ടിക്കേ. ചൊവ്വാമണ്ഡലങ്ങളുടെ നിൽപ്പ് ജാതകത്തിൽ ചൊവ്വയുടെ ഗുണകരമായ നിലനിൽപ്പിനെ കാണിക്കുന്നു. ഇതിന്മേലുള്ള ദുഷ്ടചിഹ്നങ്ങൾ അതിന്റെ വിപരീതാവസ്ഥയും വെളിപ്പെടുത്തുന്നു. ഞാനൊരു കാര്യം തുറന്നു പറയുന്നതുകൊണ്ട് അമ്മച്ചിക്ക് വിഷമമൊന്നും തോന്നില്ലല്ലോ? ഇല്ല. അമ്മച്ചിയുടെ ഹൃദയത്തിനുള്ളിൽ ഒരു മുറിവുണ്ട്. അതായത് അമ്മച്ചി ഒരു ഹൃദ്രോഗിയാണ്. അമ്മച്ചിയുടെ മനസന്തോഷത്തിന് വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ മേനോ സാറിന് ചെറിയൊരു ബിസിനസ് പർപ്പസ് കൂടി ഉണ്ട്. ശരിയാണോ? കറക്റ്റ്, യു ആർ എക്സലന്റ്. ഞാൻ പല അസ്ട്രോളജിസ്റ്റിനെയും കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത്രയും കൃത്യമായിട്ട് ആരും പറഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നതായിട്ട് പേടിക്കണ്ട. 100 ആയുസ് അമ്മച്ചിക്ക്. ആ കഴിഞ്ഞിരിക്കും. പിന്നെ സന്താന ഭാഗ്യം. ഈ രേഖ സന്താനങ്ങളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്നതാണ്. ഒരേ ഒരു മകൾ മാത്രമേ ഉള്ളൂ. എന്താ ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടോ? ഇവിടെ തന്റെ ശാസ്ത്രം പൊളിഞ്ഞു പോയി അല്ലേ പത്മം? നിമ്മിയെ കണ്ടിട്ടാവും താൻ ഒരു മകളെ ഉള്ളൂ എന്ന് പറഞ്ഞത്. നിമ്മി പത്മാവതിയുടെ മരിച്ചുപോയ സഹോദരന്റെ മകളാ. ഈ സന്താന ഭാഗ്യത്തെ കുറിച്ച് ഭാഗികമായി മാത്രമേ പറയാൻ പറ്റുള്ളൂ എന്നാണ് ശാസ്ത്രം. എടോ, എനിക്കൊരു മകനേ ഉള്ളൂ, വിനോദ്. താനാരാ? നിങ്ങളാരാ? ഞാനാരോ കേട്ടെ, താനാരെന്ന് ചോദിച്ചത്. അത് തന്നെ ഞാനും ചോദിക്കുന്നത്. താനാരാ? നീ എത്തി. എന്താ മോനെ വൈകിയത്? പുറപ്പെടാൻ ലേറ്റ് ആയിട്ട്. രാജു, ഇതെന്റെ മകനാണ് വിനോദ്. ഇത് രാജു, ഗൈഡാണ്, നമ്മുടെ നാരായണസ്വാമിയുടെ ആളാ. ഐ എം സോറി, അറിയാതെ ഞാൻ. ഇറ്റ്സ് ഓൾ റൈറ്റ്. വരട്ടെ. ഓക്കെ, വാ മോനെ. നീ എന്താടേ വരുന്ന വിവരത്തും ലെറ്റർ ഇടായിരുന്നു? പെട്ടെന്നാണ് പ്രോഗ്രാം ഇട്ടത്. അയ്യോ,
കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ കൊള്ളാവുന്ന വല്ല ചരക്കിനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടോ? കുശാലായി. മമ്മിയും ഡാഡിയൊക്കെ വന്നിട്ടുണ്ട്. ഫാമിലി ട്രിപ്പാ. ഇവിടെ ഒന്നിനും കിട്ടൂലേ. ഇവിടെ ഉള്ളതല്ല അലവലാദികള്, തേർഡ് റേറ്റ് പാർട്ടികളാ. വരുമ്പോ ഒരു സാധനത്തിന് ഒപ്പിച്ചോണ്ട് വന്നിരുന്നെങ്കിൽ ഇത്രയും സൂക്ഷിക്കാൻ പറ്റിയ സ്ഥലം ഉണ്ടാവില്ല. കറക്റ്റ്. എന്നാണ് എന്നിട്ട് ട്രാൻസ്ഫർ? ആ, ഉടനെ ഉണ്ടാവുമെന്നാ കേട്ടത്. ഞാനിത് തേർഡ് ടൈമാ ഇവന്റെ ട്രാൻസ്ഫറിനെ പറ്റി കേൾക്കാൻ തുടങ്ങിയിട്ട്. സർക്കാർ കാര്യമല്ലേടേ. മതി. ഒന്നുകൂടെ വേണ്ടളിയാ, കൂടുതൽ അടിച്ച ഡാഡി അറിയും. ഓ, എന്തൊരു അനുസരണ. നിങ്ങൾ ഇവിടെ ഫിനിഷ്. ഞാൻ ഇറങ്ങട്ടെ. ഇതൊരു തരം മറ്റേടത്തെ പണിയാണല്ലോ. പോണം. ഇരിക്കളിയാ. ശരി, ഓരോ പെഗ്ഗൂടി ഒഴിക്കേ. അതൊക്കെ ഉണ്ട്. മമ്മിയും ഡാഡി ഉറങ്ങിയോ? ഇല്ല, ഹാളിലിരിക്കുകയാണ്. വിനുവേട്ട ഇതുവരെ എവിടെയായിരുന്നു? ഫ്രണ്ട്സിന്റെ കൂടെ ഒന്ന് കറങ്ങാൻ പോയതാ. ഒരു കറക്കം. നന്നായി കുടിച്ചിട്ടുണ്ടല്ലേ? ഞാൻ അങ്കിളിനോട് ഒന്ന് പറയട്ടെ. എന്റെ പൊന്നു മോളെ ചതിക്കല്ലേ. ഒരു രക്ഷയില്ല, ഞാൻ പറയാം. അയ്യോ, ഈ പ്രാവശ്യത്തേക്കും ക്ഷമിച്ചേക്ക്. ഇനി ഞാൻ കുടിച്ചിട്ട് വരില്ല. പ്രോമിസ്? പ്രോമിസ്. ആ, ഭക്ഷണം ഡൈനിങ് ടേബിളിൽ വിളമ്പി വെച്ചിട്ടുണ്ട്. നീ ഒരു കാര്യം ചെയ്യ്, മമ്മിയും ഡാഡിയും കാണാൻ അതെടുത്ത് എന്റെ മുറി കൊണ്ടുവന്നാ. പിന്നെ പിന്നെ വേണമെങ്കിൽ തനിയെ പോയി കഴിച്ചാ മതി. ആന്റി അങ്കിളും കാണട്ടെ പ്ലീസ്. എന്റെ പൊന്നല്ലേ. ഓ, കാര്യം കാണാനൊരു പൊന്ന്. ഇന്ന് മൈനയ്ക്ക് നല്ല കോള് കിട്ടിയെന്ന് തോന്നുന്നല്ലോ. നമ്മുടെ നാട്ടിലെ ഏതോ കോളേജിൽ നിന്ന് കുറെ കുട്ടികൾ വന്നിരുന്നു. എന്തൊരു ചന്ത ആ കുട്ടികളെ കാണാൻ. നല്ല വെളുത്ത് ചുവന്ന്. മൈനയുടെ അത്രയും ചന്തമുണ്ടോ? എനിക്ക് ഒരു ചന്തവും ഇല്ല. മൈന സുന്ദരിയാന്ന് എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയല്ലേ? അത് മനസ്സിലിരിക്കട്ടെ. ഒന്ന് പോവാപ്പൂ, ഞാൻ പണക്കുവാ. ഞാൻ ഒരു തമാശ പറഞ്ഞല്ലേ. വേണ്ട. ഇന്ന് പൂ മുഴുവനും വിറ്റ് തീർത്തല്ലേ? ഒട്ടും ബാക്കിയില്ലേ? നല്ല വില കിട്ടിയപ്പോ പൂ മുഴുവനും കൊടുത്തു. നല്ല വില കിട്ടിയ മൈന പൂ മുഴുവനും കൊടുക്കുമല്ലേ? എന്ത് വില കിട്ടിയാലും അപ്പോനുള്ള കുഞ്ഞം വിൽക്കില്ല.